നിങ്ങളൊരു 4 മണിക്ക് ചായ കുടിക്കുകയാണ്. പെട്ടെന്ന് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. നിങ്ങളുടെ വണ്ടി സ്പീഡിംഗ് ആയിരുന്നുവെന്നും ഒരു ഫൈൻ വന്നിട്ടുണ്ട്, പെട്ടെന്ന് ആ ലിങ്കിൽ കയറി അടയ്ക്കണമെന്ന്. നിങ്ങൾ ആ മെസ്സേജ് കണ്ടിട്ട് പേടിച്ച് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യും. പക്ഷേ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബ്രൗസർ വെറുതെ ഓൺ ആവുന്നതല്ലാതെ ഒന്നും ഉണ്ടാവുന്നില്ല. വെറുതെ ഒരു ലോഡിംഗ് സ്ക്രീൻ കിടന്ന് കറങ്ങുകയാണ്. നിങ്ങൾ അപ്പോൾ തന്നെ ഗൂഗിളിൽ കയറിയിട്ട് ഈ പരിവാഹൻ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ വെഹിക്കിൾ ഡീറ്റെയിൽസ് അടിച്ചു നോക്കി. അപ്പോൾ അതിൻ്റെ അകത്ത് നോക്കിയപ്പോൾ ഫൈനൊന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ വളരെയധികം ഹാപ്പിയായി, ഒരു പ്രശ്നമില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ബാങ്കിലെ കംപ്ലീറ്റ് പൈസയും പോയി. നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ പെട്ടെന്ന് പേടിച്ചിട്ട് സൈബർ സെല്ലിൽ പരാതിപ്പെട്ടു. പക്ഷേ 1-2 ആഴ്ച കഴിഞ്ഞിട്ടും ഒരു ഗുണം ഉണ്ടാവുന്നില്ല. ഇവിടെ ശരിക്കും എന്താണ് സംഭവിച്ചത്? പറയുമ്പോൾ നമ്മളൊരു ഡീറ്റെയിൽസും എവിടെയും കൊടുത്തിട്ടില്ല. നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരാണ് ഇതിൻ്റെ പിന്നിൽ? അവരെങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് പോലീസിന് ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്തത്? ഇതെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഉണ്ടായ ഇൻസിഡൻറ്റ് ഒരാൾക്ക് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഇത് ഒരുപാട് പേർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരുപാട് പേർക്ക് മെസ്സേജ് അയച്ച് അവരുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിയെടുക്കുന്ന പരിപാടിനെ പറയുന്ന പേരാണ് ഫിഷിംഗ്. ഇത് 1-2 ആളുകൾ കൂടെ ചെയ്യുന്ന പരിപാടിയല്ല. ഇത് കുറേ പ്രൊഫഷണൽ ആയിട്ടുള്ള ഹാക്കേഴ്സ് ടീമായിട്ടാണ് ഈ സ്കാമിന് കൂട്ടുനിൽക്കുന്നത്. ഇന്ത്യയിൽ മാത്രം 55,000 കോടിക്ക് മുകളിലാണ് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഈ സ്കാം കാരണം ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ പോയിരിക്കുന്നത്. അതുപോലെ സ്കാമിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ 65 ലക്ഷത്തിന് മുകളിലാണ്. 90% ഇന്ത്യക്കാർക്കും ഈ പറഞ്ഞ പോലെ മെസ്സേജായിട്ടോ ഇമെയിലായിട്ടോ ഈ പറഞ്ഞ സ്കാം വന്നിട്ടുണ്ടാവും. നമുക്കിനി ഈ ഹാക്കർമാരെങ്ങനെയാണ് ഈ സ്കാം നടത്തുന്നതെന്ന് നമുക്ക് നോക്കാം. നേരത്തെ നമ്മളൊരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓർമ്മില്ലേ? ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മളറിയാതെ നമ്മുടെ ഫോണിലോട്ട് ഒരു മാൽവെയർ കയറിയിട്ടുണ്ട്. ആ മാൽവെയർ നമ്മുടെ ഫോണിൻ്റെ കീബോർഡ് അങ്ങ് ആക്സസ് ചെയ്യും. നമ്മൾ എന്തൊക്കെയാണോ ടൈപ്പ് ചെയ്യണേ അതെല്ലാം മാൽവെയറിന് കിട്ടും ചെയ്യും. മാൽവെയർ അപ്പം ഈ ഹാക്കേഴ്സിനൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്യും. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ലോഗിൻ ചെയ്യുമ്പോൾ, ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്യുമ്പോൾ, അതുപോലെ ആർക്കെങ്കിലും പൈസ അയക്കാനായിട്ട് ബാങ്കിൻ്റെ അപ്ലിക്കേഷൻ തുറക്കുമ്പോൾ ഇവിടെ എല്ലാം നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്തിട്ടല്ല കൊടുക്കുക. നമ്മുടെ പാസ്വേഡ് ആണെങ്കിലും ഇമെയിൽ ആണെങ്കിലും ഇതെല്ലാം ഈ മാൽവെയർ മോണിറ്റർ ചെയ്തിട്ട് അങ്ങോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കും. അതുപോലെ ഈ മാൽവെയറിന് SMS ഹാക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമുക്ക് OTPകളൊക്കെ വരുന്നത് ഈ SMS വഴിയാണ്. ഈ SMS ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡയറക്റ്റായിട്ട് OTP കിട്ടും. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് പൈസ അടിച്ചുകൊണ്ട് പോകാൻ പറ്റും. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഇങ്ങനെയാണ് വർക്കിംഗ് എങ്കിൽ പോലീസിന് ഈസിയിൽ ട്രാക്ക് ചെയ്യാൻ പറ്റില്ലേ, അവർക്ക് സുഖമായിട്ട് പിടിച്ചൂടെ എന്ന്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. നിങ്ങളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലാണ്, ഇന്ത്യയിലാണ്. പക്ഷേ നിങ്ങളെ ഹാക്ക് ചെയ്യുന്ന ആൾ നിൽക്കുന്നത് അമേരിക്കയിലാണ്. നിങ്ങൾ നേരത്തെ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തില്ലേ? ആ ക്ലിക്ക് ചെയ്ത ലിങ്ക് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് റഷ്യയിലാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലീസിന് ഇവരെ പിടിക്കാനായിട്ട് ആദ്യം റഷ്യൻ ഗവൺമെൻറ്റിന് ഒരു ലെറ്റർ അയക്കണം. ആ ലെറ്റർ അവർ അപ്രൂവ് ചെയ്ത് എന്നിട്ട് അമേരിക്കയിലോട്ട് വിടണം. ഇതിനൊക്കെ ഒരുപാട് ടൈം എടുക്കും. ഇവർ പെട്ടെന്ന് ഇവരുടെ സിസ്റ്റം മാറ്റിക്കൊണ്ടിരിക്കും. അതുപോലെ ഇവരടിച്ചു മാറ്റിയ പൈസ ഇവർ ഡയറക്റ്റായിട്ട് ഇവരുടെ അക്കൗണ്ടിലോട്ടല്ല കൊണ്ടുപോവുക. മുൻപ് ഹാക്ക് ചെയ്യപ്പെട്ട ഏതെങ്കിലും പാവത്തിൻ്റെ അക്കൗണ്ടിലോട്ടായിരിക്കും ഇവർ ആദ്യം വിടുക. എന്നിട്ട് അവിടെ നിന്ന് ക്രിപ്റ്റോ കറൻസി മേടിക്കാനോ അല്ലെങ്കിൽ ഗിഫ്റ്റ് കാർഡ് മേടിക്കാനോ അങ്ങനെയായിട്ട് അവർ നേരെ പൈസ മാറ്റും. അങ്ങനെ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൈസ ട്രാക്ക് ചെയ്യാനായിട്ട് ഒരു വഴിയില്ല. ഇതുകൊണ്ടൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇതിന് മാത്രം സൈബർ സ്കാം നടക്കുന്നത്. ഇവരെ പിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലറ പരിപാടിയൊന്നുമല്ല. നമുക്കപ്പോൾ ഇത് വരാതിരിക്കാനായിട്ട് വളരെയധികം വിജിലൻ്റ് ആവുക, അതുതന്നെയാണ് ഏറ്റവും ബെസ്റ്റ് മാർഗവും. നമ്മൾക്ക് അറിയാത്ത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാണ്ടിരിക്കുക, സ്പാം കോൾസ് വന്നു കഴിഞ്ഞാൽ എടുക്കാതിരിക്കുക. അതുപോലെ നിങ്ങൾക്കിപ്പോൾ വല്ല മെസ്സേജ് വരാണ് അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് പറയാണ് നിങ്ങൾക്കിപ്പോൾ ഒരു 10 കോടി അടിച്ചു, 5 കോടി അടിച്ചു. നിങ്ങൾ ലോട്ടറി എടുക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ലോട്ടറി അടിക്കാൻ പോകുന്നില്ലല്ലോ. അതായത് നമ്മളെപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു കാര്യം ടു ഗുഡ് ടു ബി ട്രൂ ആണെന്നുണ്ടെങ്കിൽ അത് മിക്കവാറും സ്കാം തന്നെയായിരിക്കും. നമ്മളപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും തീർച്ചയായിട്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ഇതൊരു പുതിയ ചാനലാണ്, അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും വേണം.
നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടേതായ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിലോ എല്ലാം നമ്മുടെ കമൻറ്റ് സെക്ഷനിലിടാം. നന്ദി.